ഓക്കെ ഗേസ്, നമ്മുടെ സിറ്റിയിലാണെങ്കിൽ ഒരു റേസൊക്കെ നടക്കുന്നുണ്ട്. ഇതിൽ ഞാനും അക്സെപ്റ്റ് ചെയ്തേക്കാണ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ ആ റേസ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകാം. ഇതിൽ പിന്നെ നമ്മൾ ഇതൊക്കെ കൊടുക്കണം, പൈസയും പിന്നെ പേര് ബുക്കിങ്, അതൊക്കെ ഞാൻ എൻ്റെ അമ്മേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ജസ്റ്റ് വണ്ടിയിൽ നിന്ന് വീണ് ആ വണ്ടി എടുക്കാനാണ് ഇത്രയും നേരം നമ്മൾ ഓടിയത്. ഓക്കെ, നമ്മളിപ്പോൾ എന്തായാലും ആ റേസിൻ്റെ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഓക്കെ, ഇതാണ് ആ റേസ് നടക്കുന്ന സ്ഥലം. അതുകൊണ്ട് ഇവിടെ നിന്നാണ് റേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ കറങ്ങണം. ഇതുവഴി കറങ്ങി 5 റൗണ്ട് ഉണ്ട്. ചെക്ക് പോയിൻ്റ് ഉണ്ട്. ചെക്ക് പോയിൻ്റ് ഇല്ലല്ലോ, എൻ്റെ പേരെന്തായിരുന്നു? നമ്മൾ കറങ്ങി വരുമ്പോൾ ഒരു ഇതുപോലെ കിട്ടും. ഓക്കെ, ഇവിടെ റേസ് ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ആയിരിക്കും. ഓക്കെ, ഇവിടെ ഇങ്ങനെ റേസൊക്കെ സ്റ്റാർട്ട് ആവാറായി. 3, 2, 1 ലെറ്റ്സ് ഗോ. ഓക്കെ, ബാക്കിയുള്ളവന്മാരെ ഇട്ടിച്ച് നമ്മൾ തന്നെ ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇവിടെ ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ട് കേട്ടോ, അത് ചെക്ക് പോയിൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ 5 ലാപ്സാണ് കേസുള്ളത്. ഓക്കെ, 5 ലാപ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പം ഇടിച്ചേ വീണേനെ നേരത്തെ പോലെ. ഓക്കെ, നമുക്കിനി ഇവിടെ ഫുള്ള് ഓടിക്കണം. വീണ്ടും ഇവിടുന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. എൻ്റെ പിന്നാലെ ആർക്കടാ വരുന്നത്? എൻ്റെ പിന്നാലെ ഇപ്പോൾ ഡ്യൂക്കാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ പിന്നാലെ മറ്റേ ഡ്യൂക്ക് 200, അതിൻ്റെ പിന്നാലെയാണ് മറ്റേത് വരുന്നത്, എഫ്സഡ്. ഓക്കെ, നമ്മൾ ഇവിടെ ഫുൾ സ്പീഡിലാണ് പോകുന്നത്. നമ്മൾ ഇടിക്കാതെ വേണം നോക്കാൻ. എൻ്റെ ഓനെ നമ്മൾ പ്രോ ഡ്രൈവറാണ്, ഇടിക്കുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ലാപ്പ് ഇവിടെ കൊണ്ട് കംപ്ലീറ്റ് ആയി. ഓക്കെ, സെക്കൻഡ് ലാപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഇവിടെ നിന്നൊരു ഷോർട്ട് കട്ട് എടുക്കാം. ഇതിൽ പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഒരു പ്രശ്നമെന്ന് പറയുന്നത്, ഈ റേസിൽ ബൂസ്റ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതാണ്. ഓക്കെ, മാറിക്കേ. ഓക്കെ, അങ്ങനെ നൈസായിട്ടൊരു ബൂസ്റ്റർ ഇട്ട് വെക്കാം. ഓക്കെ, വണ്ടി തെറിച്ചു വന്നു. ഓക്കെ, പഠിച്ചാലേ നമ്മളിപ്പോൾ ചെയ്യാൻ നോക്കും, പക്ഷെ നമ്മൾ വണ്ടി കൺട്രോൾ ചെയ്യണം. എൻ്റെ അവന സീനാണ് എൻ്റെ ഇൻറ്റീരിയറൊക്കെ മാറ്റി. പക്ഷെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ വീഡിയോ ചെയ്യാറ് ഇപ്പോൾ പോയാൽ. ഓക്കെ ഓക്കെ, നമ്മളിപ്പോൾ 4th ലാപ്പ് വരെ അയക്കണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കുറേ ലാപ്പ് പോകാനുണ്ട്. ഈ സാധനം കണ്ടോ, ഇതിലുള്ള ആ ഒരു റെഡ് കളറ്, അതിൽ റെഡേ കയറുകയാണെങ്കിൽ നമ്മുടെ വണ്ടി പടയ്ക്കും. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു ലാപ്പും കൂടെ അപ്പോൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ജയിക്കും. ഓക്കെ, ഈ വണ്ടി നല്ല സ്പീഡ് വരുന്നുണ്ട്. അതാ റെഡേലെത്തുവാണെങ്കിൽ ഇത് മാക്സ് ആവും. അപ്പോഴാണ് ഡേഞ്ചർ. ഇപ്പോൾ നല്ല രീതിയിലാണ് പോകുന്നത്. ഓക്കെ, നമ്മളിങ്ങനെ ജയിച്ചു. ഓക്കെ, നമ്മളങ്ങനെ ഫസ്റ്റ് അടിച്ചേക്കണം കേട്ടോ. എൻ്റെ അമ്മേ, ആ റേസിൻ്റെ കഴപ്പങ്ങ് തീർന്നു കിട്ടി. ഓക്കെ, നമുക്ക് വണ്ടി എടുക്കാൻ തിരിച്ച്. ഓക്കെ, നമുക്കങ്ങനെ കുറേ പൈസ കിട്ടി ഗൈസ്. ഓക്കെ, നമ്മളിനി എൻ്റെ അമ്മേ ഓക്കെ, നമുക്കൊന്നും പറ്റിയില്ല, ഭാഗ്യം. ഒരു ബുഗാട്ടി ഇടിച്ച് പോയി. ഓക്കെ, എൻ്റെ ബോഡിയിലടെ കിടക്കുന്നത്, എൻ്റെ ബോഡി കിടക്കുന്നു. അപ്പം നമ്മൾ മരിച്ചാ നമ്മുടെ ബോഡി താഴെ.
നമ്മുടെ ബോഡി കിടക്കുന്നു. നമ്മൾ മരിച്ച. അയ്യോ ഗൈസ് പെട്ടി. ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണോ? എനിക്ക് വണ്ടിയിലൊന്നും കയറാൻ പറ്റില്ല. നമ്മുടെ വണ്ടി അവിടെ കിടന്ന് വറയ്ക്കുക. എനിക്ക് നമ്മുടെ വണ്ടി എടുക്കാൻ പറ്റുന്നുണ്ട്. ചേച്ചി ഇവിടെ വിളിച്ചറിയിച്ചു. ആംബുലൻസ് ഒക്കെ വരുമായിരിക്കും. ഓക്കെ ഓക്കെ, ഇവിടെ കുറേ പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ മൈക്കിളും ട്രാവറ് ഒന്നും ഇവിടെ എത്തിയിട്ടില്ല. അവരൊക്കെ വെയിറ്റ് ചെയ്യാം. അവന്മാരൊന്നും ഇവിടെ എത്തിയിട്ടേ ഇല്ല. ഓക്കെ, അവന്മാരും വന്നു ഗൈസ്. ഒരു ബുഗാട്ടി ഷെറോൺ. അവന്മാരൊക്കെ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മേ, പ്രേതമായിട്ട് ഇടിക്കണല്ലോ. ഓക്കെ, നമ്മുടെ വണ്ടി ഇപ്പം എടുത്തുകൊണ്ട് പോകണം. നമുക്കൊരു കാര്യം ചെയ്യും, വണ്ടിയുടെ വിളിക്കാം. ഇവന്മാരിപ്പോൾ എൻ്റെ ബോഡിയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോകുമായിരിക്കും. ഓക്കെ, ഇപ്പം മൈക്കിളും ഡ്രൈവറും ഉണ്ട്, പിന്നെ ലെസ്റ്ററും ഉണ്ട്, പിന്നെ ആരുള്ള, പിന്നെ നമ്മുടെ സിമിയോണ്, ബെന്നി. ഓക്കെ, എന്നാലും നമ്മുടെ ഫ്രാങ്ക്ലിൻ പോയല്ലോ. ഇനിയിപ്പോൾ ഞാൻ ആ ലൂസിയോട് എന്ത് പറയും? ആടാ, എന്താ പറയാനാ. അതെ, ഞാൻ തീർന്നിട്ടൊന്നുമില്ല. ഞാൻ ഞങ്ങളുടെ വണ്ടിയുടെ മുകളിൽ തന്നെ ഉണ്ട്. അതാരോടാ സംസാരിക്കുന്നു? ഞാനടാ ഫ്രാങ്ക്ലിൻ. നിനക്ക് തോന്നോടാ, കാരണം നിൻ്റെ മനസ്സിൽ അവനല്ലോ ഉണ്ടായിരുന്നത്, അതായിരിക്കും. ഗൈസ്, ഇവന്മാർക്ക് മനസ്സിലാവില്ല ഗൈസ്, നമ്മളൊരു പ്രേതമായുണ്ട്. ഓക്കെ, നമ്മുടെ ബോഡി ഇപ്പം എന്തായാലും ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഓക്കെ, മൈക്കിളിപ്പോൾ ഓവർ സ്പീഡാണോ ഓടിക്കുന്നത്? വേറൊന്നുമല്ല, ഹോസ്പിറ്റലിലോട്ടായിരിക്കും. നമ്മളെ രക്ഷിക്കാൻ പറ്റുമെന്നായിരിക്കും ഡോക്ടേഴ്സ് പറയുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, എന്നാലും റേസിന് കയറുമ്പോൾ ഇത്രയും പാടാമെന്ന് വിചാരിച്ചില്ല. എൻ്റെ മോനെ മൈക്കിള് സീൻ. ആ ഒരു വിഷമത്തിൽ വണ്ടിക്ക് ഇടിച്ച് തള്ളി കയറ്റുക. ആണ്ട ഡോറൊക്കെ എടുത്ത് മാറി നിൽക്കുക ഡോറെ. ഓക്കെ, ആ പോലീസുകാരനും ഇവിടുന്ന് പോയില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തി. നമ്മളത്തെ വണ്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അകത്തിട്ടു. ഓക്കെ, നമ്മുടെ ബാക്കിയുള്ളവന്മാരൊക്കെ ഏതോ ഒരു പള്ളി മറ്റേ സാധനമുണ്ട്, അങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ നേരെ പോകുന്നത് നമ്മുടെ സ്വന്തം പള്ളിയിലേക്കാണ്. നമ്മുടെ ബോഡി അവിടെ വെച്ച് അടക്കാൻ പോകണം ഗൈസ്. എത്ര പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് ചെല്ലണം. ഇപ്പം ഞാനാണെങ്കിൽ മൈക്കിളിൻ്റെ കാറാണ് എടുത്തേക്കുന്നത്. അവൻ വേറെ ഏതോ ഒരു കാറിൽ കയറിപ്പോയി, ടാക്സി എന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ ഇപ്പം എന്തായാലും ചർച്ചിലേക്ക് പോകുന്നു. അതല്ലേ, എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. എനിക്കെൻ്റെ ദേഹത്തുനിന്ന് തിരിച്ച് കയറാൻ പറ്റുമായിരിക്കും. ശരിക്കും ഞാനൊരു ഗോഡാണ് ഗൈസ്. നമുക്കൊരു വാമ്പയർ ഗോഡാണ്. നമുക്കതൊരു എവിൽ ഗോസ്റ്റാണ് കാണുന്നത്. ഓക്കെ, ആ ഒരു ഗോഡിൻ്റെ പവർ നമ്മളിപ്പോൾ അത് വെച്ച് നമുക്ക് വേണമെങ്കിൽ കയറാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ ചർച്ചിലേക്ക് എത്തുന്നു. ചർച്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കിലാണ്. നമുക്കിവിടുന്ന് വണ്ടി കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല. നമ്മുടെ പ്രേതമാണ്. വണ്ടി ഓടിക്കുമ്പോൾ വലിയ കൺട്രോളൊന്നും കാണില്ല. ഓക്കെ, പക്ഷെ നമ്മുടെ ബോഡി നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇവിടെ ഞാൻ ഡ്രിഫ്റ്റ് അടിച്ചിട്ടുണ്ട്. അതൊരു കാറ് തന്നെ വരുന്നത്. ഓക്കെ, നമ്മുടെ ബോഡി കിടക്കുന്നത്. നമുക്ക് വാമ്പയർ പവർ എടുക്കാം. ഓക്കെ, നമ്മളങ്ങനെ വാമ്പയർ പവർ എടുത്തിട്ടുണ്ട്. ഒറ്റച്ചാട്ടം. എടാ ഫ്രാങ്ക്ലിന് നീയോ? ആടാ, നീ എന്നാലും ചത്തില്ലേ? ഇല്ലടാ, ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു. ഞാൻ നിന്നെയൊക്കെ വിളിച്ച കയറ്. ഏടാ, എന്നാൽ നീ പ്രേതമാ, ഇറങ്ങി പോടുന്നു. എൻ്റെ അമ്മേ, എൻ്റെ അമ്മച്ചി എന്നെ അടിച്ചിട്ട്. എടാ, ഞാൻ പ്രേതമൊന്നും അല്ലടാ, ഞാനാ. എന്നാൽ പിന്നെ നീ വെപ്പൺസ് എടുത്ത് കാണിക്ക്. നീനൊക്കെ എന്നെ കാണാമല്ലോ. പിന്നെന്നാ? ശരിയോടാ, അവനെ കാണാം. അപ്പം നീ ശരിക്കും ഒരു ഗോസ്റ്റൊന്നും അല്ല.
എടാ പക്ഷെ എൻ്റെ ബൈക്ക് കുഴപ്പമില്ല, നീ എൻ്റെ ബൈക്ക് എടുക്കുക. നമുക്കൊരു സ്റ്റെണക്സ്റ്റണാറാണ് കിട്ടിയത്. ഇതെടുത്ത് നമുക്ക് നമ്മുടെ നെഞ്ച ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകാം. നമ്മുടെ നെഞ്ച് അവിടെ നിന്ന് കൊണ്ടുപോയിട്ടില്ല. ആ നെഞ്ചയും കൂടെ എടുത്തിട്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അയ്യോടാ, നമ്മളെ ഊന്ന് പറഞ്ഞു കേട്ടോ, വണ്ടി ഇടിച്ച് നമ്മൾ തോൽപ്പിച്ചു. ഓക്കെ അപ്പോൾ ഇതുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാതിരുന്നെങ്കിൽ ചാനലും കൂടെ സബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നീല വണ്ടി കേട്ടിടിക്കോടാ. ഗുഡ് ബൈ. ഇതെന്താണ് ലൈഫ് ഇത്രയും ആർക്കറിയാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.